എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ എക്സാമിനേഷൻ സ്പെഷ്യൽ വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് 3 മാർക്ക് റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്നൊക്കെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് കണ്ട് സൂപ്പറായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണേ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ഞാൻ ഷോർട്ട് ആക്കി എഴുതാണ്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് വെൻ r = 5. ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ ആണ്. നമുക്കറിയാം സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ πr² ആണ്, ആണല്ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്, അതായത് dA/dr. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആയതുകൊണ്ടാണ് dr വന്നത്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തോ. π × r² ഡെറിവേറ്റീവ് എന്താണ്? 2r. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 2πr വരും ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ വരിക. വെൻ റേഡിയസ് എത്ര ആകുമ്പോഴാണ്? 5 ആകുമ്പോഴാണെന്ന് പറയുന്നുണ്ട്. അതായത് dA/dr എപ്പോൾ റേഡിയസ് = 5 ആകുമ്പോൾ, ഈ റേഡിയസ് കാണുന്ന സ്ഥലത്തോട്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2π × 5 ആൻസർ എന്ത് കിട്ടും? 10π കിട്ടും. ക്ലിയർ ആണേ? യൂണിറ്റ് എഴുതണം. ഏരിയയുടെ യൂണിറ്റ് cm² ബൈ റേഡിയസിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ. cm²/cm ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനൊക്കെ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത കുറച്ചും കൂടെ നല്ലൊരു ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് എ റേറ്റ് ഓഫ് 3 cm/s. അപ്പം എന്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്? റേഡിയസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് യൂണിറ്റിൽ നിന്നാണ്. എന്തിനനുസൃതമായിട്ടാണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് സംഭവിക്കുന്നത്? ഇവിടെ റേഡിയസിന് തന്നെ അനുസൃതമായിട്ടാണ് ഏരിയയിലെ റേറ്റ് ഓഫ് ചേഞ്ച് സംഭവിക്കുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇവിടെ റേഡിയസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് cm/s. ആ സെക്കൻഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയാനുസൃതമായിട്ടാണ്, അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെട്ടാണ് എന്ത് നടക്കുന്നത്? സമയത്തിനനുസരിച്ചാണ് റേറ്റ് ഓഫ് ചേഞ്ച് നടക്കുന്നത്. ശരിയല്ലയോ? അപ്പോൾ dA/dt അല്ലെങ്കിൽ dr/dt എല്ലാം സമയാനുസൃതമായിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് എ റേറ്റ് ഓഫ് 3 cm/s. നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ r കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. dr/dt കാരണം പെർ സെക്കൻഡ് ആണ്, യൂണിറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് 3 cm/s. dr/dt ആണ് എന്ത്? 3 cm/s. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ് വെൻ റേഡിയസ് എത്ര ആകുമ്പോൾ? 10 cm ആകുമ്പോൾ. നമുക്കറിയാം സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്തുവാ? ഏരിയ = πr², അല്ലെ? സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πr². ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് dA/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് dA/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു π × നോക്കിയേ, r² ഡെറിവേറ്റീവ് 2r, അല്ലെ? നമുക്കറിയാം x² ഡെറിവേറ്റീവ് 2x ആണ്. അതേപോലെ r² ഡെറിവേറ്റീവ് 2r. കഴിയുന്നില്ല, r ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t dr/dt കൂടെ വരും, അല്ലെ? dr/dt കൂടെ വരും. എന്തനുസരിച്ച്? ചെയിൻ റൂൾ അനുസരിച്ച്, അല്ലെ? ചെയിൻ റൂൾ അനുസരിച്ച്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണെങ്കിൽ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ r² ഡെറിവേറ്റീവ് 2r നിർത്താം. കാരണം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആയിരുന്നു തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിന്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ r² ഡെറിവേറ്റീവ് 2r കഴിഞ്ഞ് r ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t dr/dt കൂടെ വരും. ഈ കേസിലോ r ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r 1 ആയതുകൊണ്ടാണ് ×1 എഴുതാഞ്ഞ്. ഇവിടെ r ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t ആണ്, അപ്പോൾ dr/dt കൂടെ വരും. ഓക്കെ ആണേ? ഈ dr/dt ആണ് അവർ ആദ്യമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 3 cm/s തന്നിട്ടുള്ളത്. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് π × 2r × dr/dt പകരം 3 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 2×3 6πr വരും. ശരിയാണേ? 6πr. ഇനി ഈ റേഡിയസിന്റെ വാല്യൂ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റേഡിയസ് എത്ര ആകുമ്പോഴാണ് കണ്ടുപിടിക്കണ്ടേ?
10 ആകുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ dA/dt at r is equal to 10. ആൻസർ എന്ത് വരും? 6π ഇൻറ്റു എൻ്റെ റേഡിയസ് കാണുന്ന സ്ഥലത്തോട്ട് 10 കൊടുക്കുക. ആൻസർ എന്ത് വരും? 60π വരും ആൻസർ. ശരിയാണേ, 60π വരും ആൻസർ. ഏരിയയുടെ യൂണിറ്റ് എന്തുവാ? സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ടൈമിൻ്റെ യൂണിറ്റ് എന്തുവാ? സെക്കൻഡ്. 60π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. 2 ക്വസ്റ്റ്യൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഹൗ ഫാസ്റ്റ് ദ വോളിയം ഈസ് ഇൻക്രീസിംഗ് വെൻ ദ എഡ്ജ് ഈസ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ദ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം ക്യൂബ് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലേ. ക്യൂബിൻ്റെ ഒരു എഡ്ജ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ക്യൂബിൻ്റെ ഒരു എഡ്ജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എല്ലാ എഡ്ജും സെയിം ആണെന്നൊക്കെ അറിയാമല്ലോ. ദ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സമയാനുസൃതമാണ്. അപ്പം എന്താണ്? dx ഡിവൈഡഡ് ബൈ dt. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഡ്ജ് ഓഫ് എ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൗ ഫാസ്റ്റ് ദ വോളിയം ഈസ് ഇൻക്രീസിങ്. ക്യൂബിന്റെ സർഫസ് ഏരിയ 6 സർഫസ് ഉണ്ട്, 6x² ആണ് സർഫസ് ഏരിയ. അത് ഓർത്തിരിക്കണം, അതിന്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്തുവാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. എക്സ് ക്യൂബ് ആണ് എന്തിന്റെ ഇക്വേഷൻ? നമ്മുടെ ക്യൂബിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ. വോളിയം ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഓക്കെ, അതായത് v ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം dv വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. dv/dt ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². ചെയിൻ റൂൾ പ്രകാരം എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈമും കൂടെ വരും. എന്താണ്? dx/dt. dx/dtക്ക് പകരം ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത് വരും? 3x² ഇൻറ്റു 4 എന്ന് വരും. ഓക്കെ ആണേ. അപ്പോൾ 3 12x² അല്ലെ, 12x². ഇതാണ് dv/dt. ഇനി dv/dt വെൻ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് എക്സ് 20 ആകുമ്പോഴുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എക്സ് 20 ആകുമ്പോഴുള്ള dv/dt ആണ് വേണ്ടത്. അപ്പം ശ്രദ്ധിച്ചിരുന്നേ, എക്സിന് വേണ്ട 20 കൊടുത്തേ. dv/dt അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 20. 12 ഇൻറ്റു വേണ്ട എക്സിന് പകരം 20 കൊടുത്ത് 20ന്റെ സ്ക്വയർ വരും അല്ലേ. എക്സിന്റെ പ്ലേസിലോട്ട് 20 കൊടുത്ത് 20ന്റെ സ്ക്വയർ. 12 ഇൻറ്റു 20ന്റെ സ്ക്വയർ എത്രയാണ്? 400. ആൻസർ എത്ര വരും? 1 4 4 24 8 0 0. 4800. വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ക്യൂബ് പെർ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. 4800 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടിപൊളി ക്വസ്റ്റ്യൻ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് വൺ, നമ്മുടെ അടുത്ത ടോപ്പിക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ആർ ആണോ എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ആണെന്ന് തെളിയിക്കാൻ, ഷോ ദാറ്റ് എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് f'(x). ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണേ. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി എന്നുള്ള വാക്ക് എടുത്ത് കളയണം. ഇൻക്രീസിങ് ഓൺ ആർ ആണെന്ന് പറയാൻ പറ്റും. ഇൻക്രീസിങ് ഓൺ ആർ ആണെന്ന് പറയാൻ പറ്റും. ഇനി ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ ആർ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി എന്നുള്ള വാക്ക് എടുത്ത് കളഞ്ഞ് ഡിക്രീസിങ് ഓൺ ആർ. ഈ കണ്ടീഷൻസ് 4 കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇൻക്രീസിങ് ആവുന്നതോ അല്ലെങ്കിൽ ഡിക്രീസിങ് ആവുന്നതോ ആയ ഇന്റർവെൽസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ ഈസ് സ്ട്രിക്ട്ലി എന്നുണ്ട് കേട്ടോ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ എന്നാണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ ആണെന്ന് കാണിക്കണമെങ്കിൽ f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കാണിക്കണം. f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് പറയാം? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ റിയൽ നമ്പേഴ്സ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ റിയൽ നമ്പേഴ്സ്. ക്ലിയർ? നമുക്ക് f of x എന്താണെന്ന് അറിയാം. f of x എന്ന് പറയുന്നത്
3x പ്ലസ് 17 ആണ്. എഫ് ഡാഷ് എക്സ് എന്താണ് വരിക? 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 17ൻ്റെ ഡെറിവേറ്റീവ് 0. 3 ഇൻറ്റു 1 ആൻസർ എന്താണ്? 3. സോ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈസ് 3. 3 എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0. അപ്പം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണെന്ന് പറയാം? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ r ആണെന്ന് പറയാം. Therefore f of x is strictly increasing on എവിടെയാണ്? റിയൽ നമ്പേഴ്സ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ എന്താണ്? റിയൽ നമ്പേഴ്സ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്റർവെൽ കണ്ടുപിടിക്കാനും എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതും കൂടെ നോക്കാം. സോ അപ്പോൾ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇന്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f of x equal to x square minus 6x plus 5 is increasing. ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ആവുന്ന ഇന്റർവെൽ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കണേ, എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ല, ഇൻക്രീസിങ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്തായാലും ഉണ്ടാവും. അതായത് നമ്മുടെ ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് ഇതാണ്. ഒരു ഫംഗ്ഷൻ, ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെ പോവാണെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കിനും അത് ഇങ്ങനെ ഡിക്രീസ് ചെയ്യും. ഈ പർട്ടിക്കുലർ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ആ ക്രിട്ടിക്കൽ പോയിന്റിലൂടെ ഒരു ടാൻജന്റ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിന് പാരലാവുകയും അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കുകയും ചെയ്യും. ഇങ്ങനെ സ്ലോപ്പ് 0 ആവുന്ന ആ പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഫംഗ്ഷന്റെ സ്വഭാവം മാറുന്നത്. ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ സഡൻലി ഡിക്രീസിംഗ് ആവും. ഓക്കെ, ഇതാണ് അതിന്റെ പിന്നിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ആ ക്രിട്ടിക്കൽ പോയിന്റ് വരെ ഇൻക്രീസിങ്ങും അത് കഴിഞ്ഞ് ഡിക്രീസിങ്ങും ആയിരിക്കും. നേരെ തിരിച്ചും വരാം. ക്രിട്ടിക്കൽ പോയിന്റ് വരെ കുറഞ്ഞ് അതിനുശേഷം ഇങ്ങനെ കൂടുന്ന രീതിയിലും വരാം, എങ്ങനെ വേണേലും വരാം. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് എക്സ്. നമുക്കറിയാമല്ലോ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് കർവെങ്കിൽ dy/dx ആണ് അതിന്റെ സ്ലോപ്പ്. ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾക്ക് ഇല്ല. അപ്പോൾ എനിവേ അതിന്റെ ഐഡിയ അതാണ്. ജസ്റ്റ് അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 5. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നതാണ് അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 6 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1, 5ന്റെ ഡെറിവേറ്റീവ് 0. ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സി പി. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഡാഷ് എക്സിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? 2x മൈനസ് 6 ഇസ് ഈക്വൽ ടു 0, 2x ഇസ് ഈക്വൽ ടു 6, x ഇസ് ഈക്വൽ ടു 6/2, x ഇസ് ഈക്വൽ ടു 3. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ ആണേ. സോ ഇനി ജസ്റ്റ് നമ്പറിലേയും വരച്ച് നോക്കാം. മൈനസ് ഇൻഫിനിറ്റി, ഇടയ്ക്ക് 3 എന്ന് പറയുന്ന പോയിന്റ്, പിന്നെ പ്ലസ് ഇൻഫിനിറ്റി. ശ്രദ്ധിച്ചിരിക്കണം, ഇതിൽ ഏതെങ്കിലും രണ്ട് ഇന്റർവെല്ലായിട്ട് തിരിക്കാം. മൈനസ് ഇൻഫിനിറ്റി മുതൽ 3 വരെ ഒരു ഇന്റർവെല്, 3 മുതൽ ഇൻഫിനിറ്റി വരെ അടുത്ത ഇന്റർവെല്. ഇന്റർവെൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടരുത്, ഓപ്പൺ ബ്രാക്കറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇതുപോലെ ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കണം ഇന്റർവെൽസിന് യൂസ് ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റിനും അതേപോലെയാണ്. ഇനി ഈ ഇന്റർവെല്ലിൽ നിന്നൊരു ചെക്ക് പോയിന്റ്, ഒരു വാല്യൂ എടുത്ത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ കൊടുത്താൽ ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഇന്റർവെല്ലിൽ ഡിക്രീസിങ്ങും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഇന്റർവെല്ലിൽ ഇൻക്രീസിങ്ങും ആയിരിക്കും. ഒരു ഇന്റർവെല്ലിൽ കണ്ടുപിടിച്ചാൽ മതി. സപ്പോസ് ഈ ഇന്റർവെല്ലിൽ ഡിക്രീസിങ് ആണെന്ന് വെച്ചോ, ഡിക്രീസിങ് കാണിക്കുന്നത് ഇങ്ങനെ ഡൗൺവേർഡ് ആരോ മാർഗമാണ്. ഈ ഇന്റർവെല്ലിൽ ഡിക്രീസിങ് ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഇന്റർവെല്ലിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസിങ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഡിക്രീസിങ് ആണെങ്കിൽ ഇവിടെയും ഡിക്രീസിങ് ഒരിക്കലും വരത്തില്ല. കാരണം ഇതേപോലെ ആയിരിക്കും. ഇൻക്രീസ് കഴിഞ്ഞാൽ പിന്നെ ഡിക്രീസ് ആയിരിക്കും, പിന്നെ അടുത്ത ഇൻക്രീസ് ആയിരിക്കും. ആ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. ക്ലിയർ ആണോ? അപ്പം ഒരു ഇന്റർവെല്ലിൽ ഡിക്രീസിങ് ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഇന്റർവെല്ലിൽ ഇൻക്രീസിങ് ആയിരിക്കും. ഒരു ഇന്റർവെല്ലും കൂടെ ഉണ്ടെങ്കിൽ, 2 ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ 3 ഇന്റർവെൽ ഉണ്ടാവും. ഒരു ഇന്റർവെല്ലും കൂടെ ഉണ്ടെങ്കിൽ ഡിക്രീസിങ്, ഇൻക്രീസിങ്, ഡിക്രീസിങ്, ഇൻക്രീസിങ്, ഡിക്രീസിങ്, ഇൻക്രീസിങ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോവുക. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടും. ഒരു ഇന്റർവെല്ലിലെ ചെക്ക് പോയിന്റ് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം 0 വരുന്നതാണ് ഏറ്റവും ഉള്ളത്. അപ്പോൾ 0 വരുന്ന ഇന്റർവെൽ ഏതാ? മൈനസ് ഇൻഫിനിറ്റിക്ക് 3നും ഇടയ്ക്ക് ഏകദേശം ഇവിടെ ആയിട്ടാണ് 0 വരുന്നത്. ഈ 0 വരുന്ന 0 ചെക്ക് പോയിന്റ് ആയിട്ട് എടുത്താൽ ഈ ഇന്റർവെല്ലിലുള്ളത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് കിട്ടും. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കൊടുത്താൽ മതി. എഫ് ഡാഷ് 0 നോക്കുക. എഫ് ഡാഷ് എക്സ് കാണുന്നിടത്തോട്ട് 0 കൊടുക്കുക. 2 ഇൻറ്റു എക്സിന് 0 കൊടുക്കുക. -6. 0 - 6 എത്രയാണ്? -6 ആണ് അല്ലേ? ഈ -6 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ് അല്ലേ? -6 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ്.
ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? ഡിക്രീസിങ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ്. ഓക്കെ, ഈ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇൻക്രീസിങ് എന്താണ്? ഇൻക്രീസ് ആവുന്നതോ ഡിക്രീസ് ആവുന്നതോ ആയി ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അത് ഫൈനൽ ആൻസർ എടുത്ത് എഴുതണം. ഇൻക്രീസിങ് ഇൻ്റർവെല്ല് 3 to ഇൻഫിനിറ്റിയും ഡിക്രീസിങ് ഇൻ്റർവെല്ല് -∞ to 3 ആണ്. ഓക്കെ ആണേ? ഇൻക്രീസിങ് ഇൻ്റർവെൽ, ഇൻക്രീസിങ് ഇൻ്റർവെൽ, ഇൻക്രീസ് ആവുന്ന ഇൻ്റർവെൽ ഏതാണ്? 3 to ഇൻഫിനിറ്റി. ഇത് എടുത്തെഴുതണം. എടുത്തെഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഡിക്രീസിങ് ഇൻ്റർവെൽ എന്തുവാ? ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ എന്തുവാ? ഡിക്രീസിങ് ഇൻ്റർവെൽ. ഡിക്രീസ് ആവുന്ന ഇൻ്റർവെൽ -∞ മുതൽ 3 വരെ, -∞ മുതൽ 3 വരെ. ഇത് എടുത്തെഴുതിയാലാണ് ഫുൾ മാർക്ക് കിട്ടുക കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇൻക്രീസ് ആവുന്ന ഇൻ്റർവെല്ലിൽ 3 to ഇൻഫിനിറ്റി, ഡിക്രീസ് ആവുന്ന ഇൻ്റർവെല്ലിൽ -∞ മുതൽ 3 വരെ. സെറ്റാണേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ഇക്വേഷൻസ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഇവൻസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പുതിയ സിലബസ് പ്രകാരം. അതായത് ഡിലീറ്റഡ് ടോപ്പിക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉറപ്പ് ക്വസ്റ്റ്യൻ വരുന്ന ഇവിടെ നിന്നൊക്കെയാണ്. പ്രോബബിലിറ്റി അണ്ടർ എ കണ്ടീഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി എന്ന് വായിക്കരുത്, എ ഗിവൺ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഈ ഗിവൺ എന്ന് പറയുന്ന ആളുടെ പ്രോബബിലിറ്റി ആണ് ഡിനോമിനേറ്ററിൽ വരിക കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ ആണേ? ഇതിപ്പോൾ തിരിച്ചു വരുവാണെങ്കിലോ, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നാണെങ്കിലോ മുകളിൽ വ്യത്യാസമില്ല, എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി തന്നെ, താഴെ എയുടെ പ്രോബബിലിറ്റി ആണ് താഴെ വരിക, പ്രോബബിലിറ്റി ഓഫ് എ ആണ് താഴെ വരിക. സെറ്റാണേ? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയും പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയും രണ്ടും ക്രിസ്റ്റൽ ക്ലിയർ. സൂപ്പർ. അടിപൊളിയായിട്ട് മനസ്സിലാക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ 100%, 100% നമുക്ക് ഉറപ്പിക്കാം. ഇനി ഇതിൽ തന്നെ നമ്മൾ ഓൾറെഡി +1 പഠിച്ച 1-2 ഇക്വേഷൻ വീണ്ടും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, ഇതിൻ്റെ യൂസ് നമുക്ക് വരാറുണ്ട്. ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണെങ്കിൽ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണേ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഈവൻസ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈവൻറ്റുകളാണെങ്കിൽ, if A and B are independent events, then probability of A intersection B നെ നമുക്ക് probability of A into probability of B എന്ന് എഴുതാം. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ probability of A intersection B എന്ന് പറയുന്നത് എന്താണ്? probability of A into probability of B എന്ന് എഴുതാം. ഓക്കെ ആണേ? ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം, വളരെ യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. നോക്കിക്കടാ, പ്രോബബിലിറ്റി ഓഫ് എ 5/12 തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 7/12 തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1/4 തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു ഫോർമുല എന്തുവാ? എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ശ്രദ്ധിച്ചിരിക്കണേ, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്താണ്? 1/4 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് ബി എത്രയാണ്? 7/12. ഓക്കെ, ഡിവിഷൻ വിത്ത് എ ഫ്രാക്ഷൻ എന്താണ്? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? 7/12 തിരിച്ചിട്ട് ഗുണിക്കുക. സോ 1/4 ഇൻറ്റു 7/12 തിരിച്ചിട്ടാൽ 12/7. 4ഉം 12ഉം വെട്ടിയാൽ 3. ആൻസർ എന്തായി? 3/7 ആണ് ആൻസർ വരിക. 3/7 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് പഠിക്കണം. പ്രോബബിലിറ്റിയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ അപ്പോൾ നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മോഡൽസ് ആണ്. സപ്പോസ് 10 cards ആർ നമ്പേർഡ് ഫ്രം 1 to 10. 1 മുതൽ 10 വരെ ഉള്ള നമ്പേഴ്സ് എഴുതിയ കാർഡുകൾ പ്ലേസ്ഡ് ഇൻ എ ബോക്സ്, ഒരു ബോക്സിനകത്ത് വയ്ക്കുന്നു. ആർ ഷഫിൾഡ്, അത് ഷഫിൾ ചെയ്യുന്നു. ആൻഡ് 1 card ഈസ് ഡ്രോൺ അറ്റ് റാൻഡം, അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ എടുക്കുന്നു.
ഇഫ് എ ഈസ് ദ ഈവന്റ് ദാറ്റ്, ഈവന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ആണെന്ന് അറിയാമല്ലോ. ദ നമ്പർ ഓൺ ദ കാർഡ് ഈസ് ഈവൻ, റൈറ്റ് എ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് 1 മുതൽ 10 വരെയുള്ളതിൽ ഒരു കാർഡ് എടുക്കുമ്പോൾ ഈവൻ വരാനുള്ള സാധ്യതകളാണ് ആ ഈവൻറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. എ ഈസ് ഈക്വൽ ടു 2 വരാം, 4 വരാം, 6 വരാം, 8 വരാം, 10 വരാം. ഓക്കെ, 10 വരെ ഉണ്ട്. ഇപ്പം 2 മുതൽ 2, 4, 6, 8, 10. അതാണ് എ സെറ്റ്, അതാണ് എ എന്ന് പറയുന്ന ഈവൻറ്റ്. ഓക്കെ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ബി ഈസ് ദ ഈവൻറ്റ് ദാറ്റ് ദ നമ്പർ ഓൺ ദ കാർഡ് ഈസ് മോർ ദാൻ 3, ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നാണ് ക്വസ്റ്റ്യൻ. ബി എന്ന് പറയുന്ന ഈവൻറ്റ് എന്താണ്? നമ്പർ ഓൺ ദ കാർഡ് ഈസ് മോർ ദാൻ 3. യെസ്, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം മോർ ദാൻ 3 എന്ന് പറയുമ്പം ആ ഈവൻറ്റ് എന്ത് വരും? ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓൺ ദ കാർഡ് ഈസ് മോർ ദാൻ 3. 3-നേക്കാൾ വലുത്, 3 ഇൻക്ലൂഡിങ് അല്ല, 3-നേക്കാൾ വലുത് ആരൊക്കെയാ? 4 വരാം, 5 വരാം, 6 വരാം, 7 വരാം, 8 വരാം, 9 വരാം, 10 വരാം. അല്ലെ, 10 വരെ വരാമല്ലോ. 10 വരെയുള്ള നമ്പേഴ്സ് കാർഡിലുണ്ട്. ഓക്കെ, ബി ഈസ് ദ ഈവൻ ദാറ്റ് ദ നമ്പർ ഓൺ ദ കാർഡ് ഈസ് മോർ ദാൻ 3, ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഫോർമുല എന്തുവാ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. സെറ്റിന്റെ രൂപത്തിലാണെങ്കിൽ സെറ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ച് ഫോർമുല ഇച്ചിലൂടെ സിമ്പിൾ ആക്കാം. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. ഇങ്ങനെ എഴുതാം ഫോർമുല. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി വേണോ? അതിനുവേണ്ടി എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എക്കകത്തും ബിക്കകത്തും കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എ ഇന്റർസെക്ഷൻ. നോക്കിക്കേ, ഇവിടെ 2 ഉണ്ട്, ബിക്കകത്ത് 2 ഇല്ല. പിന്നെ ഈ കാണുന്ന 4, 6, 8, 10 ബിയിലുണ്ട്. ശരിയല്ലേ? 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. ഇപ്പൊ 2-ന്റെയും കൂടെ ഇന്റർസെക്ഷൻ, 2-ടത്തും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ ഏതൊക്കെയാ? 4, 6, 8, 10 ആണ് അല്ലെ. 4, 6, 8, 10 ആണ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞേ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് എത്ര പേരുണ്ട്? 1, 2, 3, 4 പേരുണ്ട്. ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി. ബിക്കകത്ത് എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7. സോ 4/7 ഇസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ്? 4/7 ആണ്. വേണമെന്നുണ്ടെങ്കിൽ പ്രോബിലിറ്റിയുടെ വാല്യൂ കൊടുത്തു എഴുതാം കേട്ടോ. എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി മൊത്തം 10 കാർഡ്, ഇന്റർസെക്ഷൻ ബിക്കകത്ത് 4. അപ്പം 4/10 ഡിവൈഡഡ് ബൈ എൻ ഓഫ് പി ഓഫ് ബി എന്ന് പറയുമ്പോൾ 7/10. 10 വെട്ടിയാൽ 4/7 തന്നെ തിരിച്ചു കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ട്രൈ ഇൻഡിപെൻഡന്റ്ലി ടു സോൾവ് എ പ്രോബ്ലം. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് പരസ്പരം സഹായമില്ലാതെ. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ഈവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കാണ് ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്ന് പറയുന്നത്. എ ആൻഡ് ബി ട്രൈ ഇൻഡിപെൻഡന്റ്ലി ടു സോൾവ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡന്റ് ഈവന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ടു സോൾവ് എ പ്രോബ്ലം, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എ എന്താണ് ദ പ്രോബിലിറ്റി ദാറ്റ് എ സോൾവ്സ് ഇറ്റ് ഈസ് 1/3. എ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/3 ആണ്. ബി സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 3/5 ആണ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം എന്തായിരിക്കണം? സോൾവ്ഡ് ആയിരിക്കാനുള്ള പ്രോബിലിറ്റി കണ്ടെത്താനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. വി നീഡ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം സോൾവ്ഡ് ആയിരിക്കാനുള്ള പ്രോബിലിറ്റി ഒന്നില്ലെങ്കിൽ എ ചെയ്യാം, അല്ലെങ്കിൽ ബി ചെയ്യാം. പ്രോബ്ലം സോൾവ് ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി, അതായത് പ്രോബിലിറ്റി ഓഫ് എ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓർ എ അല്ലെങ്കിൽ ബി ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. പ്രോബ്ലം ശരിയാവും. ഒന്നില്ല 2 പേരും ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ ചെയ്താൽ മതി പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലേ. പ്രോബ്ലം സോൾവ് ആവാൻ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ആണ്. പ്രോബിലിറ്റി ഓഫ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ആണ്. ഓർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിയൻ ആണ് അല്ലേ. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ. സോ അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ ആണേ. എൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം. എയും ബിയും എങ്ങനെയുള്ള ഇവന്റ്സ് ആണ്? ഇൻഡിപെൻഡന്റ്ലി എന്നാണ് പറയുന്നത് അല്ലേ. ഇൻഡിപെൻഡന്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്.
എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണ്. എയും ബിയും എങ്ങനെയുള്ള ഇവൻസ് ആണ്? ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണെങ്കിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ് അല്ലേ? ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഈവൻസ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ഈവൻസ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് പകരം എന്ത് കൊടുക്കാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കൊടുക്കാം. അതിൻ്റെ വാല്യൂസ് എല്ലാം അങ്ങോട്ട് കൊടുത്തേ. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/3, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3/5 മൈനസ് 1/3 ഇൻറ്റു 3/5. ക്ലിയർ ആണേ? വേണമെങ്കിൽ 3 തമ്മിൽ വെട്ടാം, അല്ലാതെ ഒരു എളുപ്പവഴി എന്താ? അത് ഇവിടെ ക്രോസ് ചെയ്യാം. 5 + 9/15 എന്ന് വരും, ശരിയല്ലേ? 5 + 9/15 മൈനസ് ഇത് 3 വെട്ടണ്ട, അങ്ങോട്ട് ഗുണിച്ചോ 3/15. ഇപ്പോൾ ഒരു കോമൺ ഡിനോമിനേറ്റർ 15 കിട്ടും. 3 വെട്ടി ആ 15 എന്നുള്ള ഡിനോമിനേറ്റർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെയും ക്രോസ് ചെയ്യാൻ പോകേണ്ടി വരും. ഇവിടെ 9 × 5 = 14, 3 കുറയ്ക്കുക /15, 11/15 ആണ് ആൻസർ വരും അല്ലേ? 11/15. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? 11/15. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ അല്ലേ? സോ അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ പ്രോബബിലിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അപ്പിയേഴ്സ് ഫോർ ആൻ ഇൻ്റർവ്യൂ ഫോർ 2 പോസ്റ്റ്. അതായത് 2 വ്യത്യസ്തമായ പോസ്റ്റുകൾക്കുള്ള ഇൻ്റർവ്യൂവിനാണ് രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന സെലക്ഷൻ മറ്റൊരാളെ ഒരു രീതിയിലും ബാധിക്കത്തില്ല, ഒരു രീതിയിലും സ്വാധീനിക്കത്തില്ല. സോ ദ ഈവൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. അത് അവിടുന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണ്. ദ പ്രോബബിലിറ്റി ദാറ്റ് ഹസ്ബൻഡ് സെലക്ഷൻ ഈസ് 1/7. ഹസ്ബൻഡിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് H ആയിട്ട് എടുക്കാം 1/7. വൈഫിൻ്റെ സെലക്ഷൻ 1/5. വൈഫ് W ആയിട്ട് എടുക്കാം. സെലക്ഷൻ എത്രയാണ്? പ്രോബബിലിറ്റി 1/5. പ്രോബബിലിറ്റി ദാറ്റ് 1 ഈസ് സെലക്റ്റഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 1 ഈസ് സെലക്റ്റഡ്. അതായത് ഒരാളെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഹസ്ബൻഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വൈഫ് സെലക്ട് ചെയ്യപ്പെടാതിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് ഇന്റർസെക്ഷൻ വൈഫ് കോംപ്ലിമെന്റ് എടുക്കണം. ഓക്കെ, എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഈവന്റ് എന്ന് പറയുന്നത് P(a) ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോൺ ഒക്കറൻസ് ആണ് P(a) കോംപ്ലിമെന്റ് അല്ലേ? അപ്പം ഹസ്ബൻഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വൈഫ് സെലക്ട് ചെയ്യാതിരിക്കണം. അപ്പോൾ ഒരാൾ സെലക്ട് ആയി, പ്ലസ് ഒരാളെ സെലക്ട് ചെയ്യാവുള്ളൂ കേട്ടോ, ഒരാളെ സെലക്ട് ചെയ്യാവുള്ളേ. ഇനി ഹസ്ബൻഡ് സെലക്ട് ആവരുത്, അറ്റ് ദ സെയിം ടൈം വൈഫ് സെലക്ട് ആവാം. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ഇവൻസ്. ഇപ്പോൾ എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ഇവൻസ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് H ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് W കോംപ്ലിമെന്റ് പ്ലസ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് H കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് W. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ് P(a) ആണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ നോൺ ഒക്കറൻസ് P(a) കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ നിന്നും P(a) കുറച്ചാൽ മതി. അപ്പോൾ P(w) കോംപ്ലിമെന്റ് എന്ത് വരും? P(h) ഇൻറ്റു 1 - P(w) വരും. ഇവിടെ P(h) കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 - P(h) വരും ഇൻറ്റു എന്താണ്? P(w). വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ ദിസ് ഈസ് ഈക്വൽ ടു P(h) എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. 1/7 ഇൻറ്റു 1 - 1/5 പ്ലസ് 1 - 1/7 ഇൻറ്റു P(w) 1/5 എന്തോരും നോക്കിക്കേ. സോ 1/7 ഇൻറ്റു ക്രോസ് ചെയ്യുമ്പോൾ 5 ൽ നിന്ന് 1 പോയി 4/5 പ്ലസ് 7 ൽ നിന്ന് 1 പോയി 6/5 ഇൻറ്റു 1/5 4/35 പ്ലസ് 6/7 ആണ് ഇവിടെ 6/35 6 4 10/35 2/7 അല്ലേ? 2/7 വരും. 5 കൊണ്ട് കട്ട് ചെയ്താൽ 2/7 ആണ് ആൻസർ വരും. 2/7 is the required probability.
വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ, നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെയും പ്രോബബിലിറ്റിയിലെയൊക്കെ 2 മാർക്കിനൊക്കെ സ്ഥിരം ചോദിച്ചു വരുന്ന 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, മസ്റ്റായിട്ട് പഠിക്കാം. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. Until then, tata, bye bye, see you.